ഇനി ചർച്ചയിൽ സിപിഎമ്മിൽ നിന്ന് ശ്രീ കെ എസ് അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജിൻഡോ ജോൺ. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. ഇക്കൊല്ലത്തെ കീം കുളമാക്കിയത് ആര്? നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. പ്രശ്നത്തിൽ കാതലായ ഒരു ചോദ്യത്തിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് മറുപടിയുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, വിദ്യാഭ്യാസ മന്ത്രിക്ക് കോടതിയിൽ പറയേണ്ട കാര്യം കോടതിയിലും, അതുപോലെ മന്ത്രിസഭയിൽ പറയേണ്ട കാര്യം മന്ത്രിസഭയിലും, മാധ്യമങ്ങളോട് പറയേണ്ട കാര്യം മാധ്യമങ്ങളും, അത് കൃത്യമായിട്ട് വിവേചിച്ചറിയാൻ കൃത്യമായി കഴിവുള്ള അർഹതപ്പെട്ട ഒരു മന്ത്രിയാണല്ലോ നമ്മുടേത്, ഒരു പ്രൊഫസറാണ്. പരമോന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലേക്ക് പോകാൻ സാധ്യതയുള്ള, കാരണം ഗവൺമെന്റിന് അപ്പീൽ പോകാം, കുട്ടികൾക്ക് അപ്പീൽ പോകാം, തോറ്റോർക്കും പോകാം, ജയിച്ചോർക്കും പോകാം. ആ ഒരു സാഹചര്യത്തിൽ എല്ലാ മാധ്യമങ്ങളോട് വിശദീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കൃത്യമായി അവിടെ മന്ത്രി രേഖപ്പെടുത്തിയത്. നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. അത് വലിയ കുഴപ്പമായിട്ടോ പരാതിയായിട്ടോ കാണേണ്ടതില്ല. ഒരുത്തന് അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? അതിൽ റിസൾട്ട് വരുമ്പോ മാറ്റം വരുന്നു എന്നതുകൊണ്ട് കുറെ കുട്ടികൾ ടോപ്പിൽ വന്നു, കുറെ കുട്ടികൾ താഴെ പോയി. അപ്പൊ കുറച്ചു കുട്ടികൾ റാങ്കിൽ മുന്നിൽ വന്നല്ലോ എന്ന് സന്തോഷിച്ചതും കുറെ കുട്ടികൾ പുറകിൽ പോയല്ലോ എന്ന് ദുഃഖിച്ചതും ഒരു 8 ദിവസം. 8 ദിവസം അല്പമൊന്ന് നിരാശ വേണ്ടി ഉണ്ടായി ചിലർക്ക് എന്ന് താങ്കൾ ഇവിടെ താങ്കളുടെ സർക്കാരിനുണ്ടായ പ്രശ്നങ്ങൾ, വീഴ്ചകൾ തേച്ചുമാച്ച് കളയാൻ, അതിനെ നിസാരവൽക്കരിക്കാൻ വേണ്ടി പറയാണ്. അതത്ര നിസാരമാണോ അരുൺകുമാർ? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ലൈഫ് കാണാം. ഇയാളോട് സംസാരിക്കാൻ എന്നെ കിട്ടില്ല. ഇവർ പറയുന്ന കീമിൽ പെട്ടെന്ന് ഒരു മാറ്റം വരുത്താൻ ഇവരുടെ ഉദ്ദേശശുദ്ധി കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നു. നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. എന്നിട്ട് നീതി നടപ്പായോ? അത് പിന്നെ നീതി നടപ്പായില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതിയിൽ നിന്ന് ഇത് അനീതിയും ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്നുള്ള വിധിയും സമ്പാദിച്ചു വെച്ചു. എന്നിട്ട് പറയാണ് ഞങ്ങൾ സുപ്രീം കോടതി പോകുന്നില്ല, ആവശ്യക്കാർ വേണ്ടി സുപ്രീം കോടതി പൊക്കോട്ടെ എന്ന്. അപ്പൊ മനോവിഷമം ഉണ്ടായ 8 ദിവസത്തെ മനോവിഷമം ഉണ്ടായ കുട്ടികളും അവരുടെ മാതാപിതാക്കന്മാരും സുപ്രീം കോടതിയിലേക്ക് പോകട്ടെ എന്നാണ് സർക്കാരിന്റെ നിലപാട്. അതൊന്നും എനിക്കറിയാൻ മേല. ഈ 8 ദിവസത്തെ മനോവിഷമം സമ്പാദിച്ചു കൊടുത്തിട്ട് നീതി നടപ്പാക്കൽ അവിടെ വെച്ച് നിർത്താമെന്നാണോ നിങ്ങളുടെ നിലപാട്? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇപ്പോൾ നമ്മൾക്ക് സംശയിക്കേണ്ടി വരും, അന്യ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു ലോബിയുടെ പരിപാടിയാണോ എന്ന് സംശയിക്കേണ്ടി വരും. പിന്നെ 8 ദിവസത്തെ മനോവിഷമം മാത്രമേ ഉണ്ടായുള്ളൂ. 8 ദിവസം കുറെ ആളുകൾക്ക് സന്തോഷം ഉണ്ടായി. 8 ദിവസം കഴിഞ്ഞപ്പോൾ ആ സന്തോഷം പോയി, ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. എന്ത് എളുപ്പത്തിലാണ് ഇത് പറയുന്നത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പരീക്ഷ എഴുതാതെ പരീക്ഷ ജയിച്ച റിസൾട്ട് കിട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ ബികോം ജയിക്കാതെ എംകോമിന് അഡ്മിഷൻ കിട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ വാഴക്കുള തീസിസ് വയ്ക്കുമ്പോൾ PhD കിട്ടുന്ന ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നേ? അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എന്താ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടി പറയാൻ പറ്റാത്തത്? കോടതിയിൽ തോറ്റുപോകുമെന്ന്. ഏത് കോടതിയിൽ? നിങ്ങൾ കോടതിയിൽ പോകുന്നില്ലല്ലോ. സംസ്ഥാന സർക്കാർ കോടതിയിൽ പോകുന്നുണ്ടോ? നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകുന്നില്ലല്ലോ. പിന്നെ എന്തിനാ മാധ്യമങ്ങളോട് പറയാൻ മടിക്കുന്നത്? അത് ഉത്തരം പറ. നിങ്ങൾക്ക് തന്നെ ഒരു ധാരണയില്ല എന്തിനു വേണ്ടിയാ നടപ്പാക്കിയതെന്ന്, ആർക്ക് വേണ്ടിയാ നടപ്പാക്കിയതെന്ന് ഒരു ധാരണയുമില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലാണ് ആർ ബിന്ദു എന്ന മന്ത്രിക്ക് ഒരു ഉത്തരം ഉണ്ടായിട്ടുള്ളത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ അടുത്ത് നിങ്ങൾ പറഞ്ഞ സമത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കീമിൽ ഈ മാറ്റം വരുത്തിയതെന്ന്. മാർച്ച് 4-ാം തീയതി മുതൽ ജൂലൈ 1-ാം തീയതി വരെ ഈ 3-4 മാസക്കാലത്തേക്ക് മാത്രം മതിയോ നിങ്ങൾക്ക് സമത്വം ഉണ്ടാക്കല്? അപ്പൊ നിങ്ങളുടെ സമത്വം ഉണ്ടാക്കുന്ന പരിപാടി നിർത്തിവെച്ചോ നിങ്ങൾ? അതെന്താ ഒരു ഇരട്ട നിലപാടല്ലേ? പിണറായി വിജയൻ ഇരട്ട ചങ്കുണ്ട്, നിങ്ങൾക്ക് ഇരട്ട നിലപാടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടുണ്ടോ? ഒരു മര്യാദ വേണ്ടേ? അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.